ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. 1 തീമോത്തിയോസിന്റെ ലേഖനം 2:4-5 വാക്യങ്ങൾ അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്ന യേശു കർത്താവിന്റെ ആ മധ്യസ്ഥതയെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ ഇവിടെ വീണ്ടും എടുത്ത് പറയുന്നു, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, എല്ലാവരും രക്ഷ പ്രാപിക്കണം, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ മറഞ്ഞിരിക്കുന്ന ഒരു നിത്യ രക്ഷയുടെ സത്യമാണ്. എന്നാൽ ഇന്ന് പലർക്കും പുറമേ ഉള്ളതായ സൗഖ്യം മാത്രം മതി, അല്ലെങ്കിൽ പുറമേ ഉള്ളതായ വിടുതൽ മാത്രം മതി. ആത്മാവിന് സൗഖ്യം നൽകാതെ ശരീരത്തെ മാത്രം സുഖമാക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ നാളുകളിൽ കേൾക്കുന്നത് പോലെ കത്രിക അകത്ത് വെച്ച് തുന്നിക്കെട്ടുന്നത് പോലെ മാത്രമാണ്. മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനത്രേ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അത് ഒരു പുറമേയുള്ളതായ ഒരു വിടുതലല്ല. മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 തലങ്ങളിൽ പൂർണ്ണ സൗഖ്യമുള്ളവനാക്കണം എന്നതാണ് ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ ആഗ്രഹം. അതല്ലാതെ പാപത്തിൽ നിന്നൊരു വിടുതലില്ലാതെ അവന് നിത്യമായ വിടുതലില്ല. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പല രോഗികളെ സൗഖ്യമാക്കുവാനായിട്ട് ഇടയായപ്പോൾ അവരുടെ രോഗസൗഖ്യത്തെക്കാൾ ഉപരിയായി അവരോട് പറഞ്ഞത്, നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു, മേലാൽ പാപം ചെയ്യരുത് തുടങ്ങിയ വാക്കുകൾ പറയുകയും ഇടയ്ക്കെടുത്ത് നടക്കുവാനും മറ്റുമൊക്കെയാണ് കർത്താവ് പറഞ്ഞത്. അത് പലപ്പോഴും താൻ ചെയ്തത് ശബത്ത് നാളുകളിലും മറ്റും ഒക്കെ പല രോഗികളെ അപ്രകാരം വിടുവിപ്പാൻ, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് വിടുവിപ്പാൻ ഒക്കെ ഇടയായിട്ടും ഇത് കണ്ടപ്പോൾ പരീശന്മാർക്ക് വളരെ എതിർപ്പാണ് ഉണ്ടായത്. പാപം മോചിച്ചു കൊടുക്കുവാൻ ഇവൻ ആര് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ദൈവദൂഷണം പറയുന്നു ഇത്യാദി കാര്യങ്ങളാണ് പരീശന്മാർ യേശുവിനെതിരെ ചാർത്തിയതായ കുറ്റം. മാത്രമല്ല, അത് ശബത്തിൽ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. എന്നാൽ ദൈവം ഒരിക്കലും മനുഷ്യരുടെ ആത്മീയ കണ്ണുകൾ അടച്ചു കളയുന്നില്ല. അത് അടച്ചു കളയുന്നത് അവൻ തന്നെയാണ്. അവന്റെ ആത്മീയ കണ്ണുകൾ അവൻ തന്നെയാണ് തുറക്കേണ്ടത്. എന്നാൽ ഇന്ന് പലപ്പോഴും മനുഷ്യൻ അവന്റെ ആത്മീക കണ്ണുകൾ സ്വയം അടച്ച് അവൻ കുരുടാക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതെ പ്രിയമുള്ളവരെ, ആ യേശു കർത്താവ് തന്റെ ആഗ്രഹം ഇവിടെ നമ്മൾ ചിന്തിച്ചതുപോലെ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനുമാണ് അവിടെ നിശ്ചയിക്കുന്നത്. അത് നാം സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ആത്യന്തികമായി പാപത്തിൽ നിന്ന്, പാപപ്രവൃത്തികളിൽ നിന്ന് മനുഷ്യൻ തന്നെ സ്വയം പിന്മാറേണ്ടത് ആവശ്യമാണ്. ഇരുതോണിയിൽ കാലുവെച്ചുകൊണ്ട് ഒരുവന് യാത്ര ചെയ്യുവാനായിട്ട് സാധ്യമല്ല. ഇന്ന് അനേകർക്ക് ഈ ലോകത്തിന്റെ എല്ലാവിധമായ ഇംഗീതങ്ങളും അനുസരിച്ച് അവന് ജീവിക്കണം. ഈ ലോകത്തിൽ അവന് ധനവാനെ പോലെ ജീവിക്കണം, ലാസറിനെ പോലെ
അവന് മരിക്കണം തുടങ്ങിയതായ ആഗ്രഹമാണ് പല മനുഷ്യരിലും ഉള്ളത്. എന്നാൽ അത് സാധ്യമല്ല. ലാസർ ഈ ലോകത്തിൽ വളരെ കഷ്ടപ്പെട്ടു, അതെല്ലാം നമുക്കറിയാം. എന്നാൽ മരണാനന്തരം അവന് നിത്യത ലഭിക്കാനായിട്ട് ഇടയായിത്തു. ഇതേ ചിന്താഗതി ചിലപ്പോൾ അവന് മരണാനന്തരം അവന് നല്ല സൗഭാഗ്യം കിട്ടണം, ഈ ലോകത്തിൽ ധനവാനുതുല്യം ആഡംബരങ്ങളോടുകൂടി സകലവിധമാകുന്ന പാവപ്രവൃത്തികളോടും കൂടി തിന്ന് കുടിച്ച് ഉല്ലസിച്ച് ഒക്കെ അവന് ജീവിക്കണം തുടങ്ങിയ ചിന്താഗതിയിലാണ് മനുഷ്യന്റെ മുൻപോട്ടുള്ളതായ ഓട്ടം. എന്നാൽ അതവനെ ധനവാനെ കൊണ്ട് എത്തിച്ചതുപോലെ നിത്യനരകത്തിൽ പാതാളത്തിൽ അവനെ കൊണ്ട് എത്തിക്കത്തേയുള്ളൂ. എന്നാൽ ലാസറിനെ പോലെ തന്റെ ഹൃദയം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ഏത് കഷ്ടതയിലും ഏത് പ്രയാസത്തിലും ദുഃഖത്തിലും ആയിരുന്നാൽ കൂടെയും ആ ബിരുദ് നഷ്ടമാക്കാതെ വണ്ണം, രക്ഷ നഷ്ടമാക്കാതെ വണ്ണം അവനായിരിക്കുന്നു എങ്കിൽ ഈ ലോകത്തിലെ ജീവിതം ഒരു ചെറിയ ബിന്ദു പോലെ മാത്രമാണ്. എന്നാൽ അതിനപ്പുറമായ നിത്യമായ ജീവിതം അവനൊരു നിമിഷ നേരം കൊണ്ട് അവകാശമാക്കുവാനായിട്ട് കഴിയുന്നു. അതാണ് ക്രിസ്തുവിൽ ആശ വെച്ചിരിക്കുന്ന ദൈവജനത്തിന്റെ പ്രത്യാശ എന്നുള്ളത്. അതെ, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ അവിടുന്ന് ഇച്ഛിക്കുന്നു. യഥാർത്ഥമായ ആത്മീക സൗഖ്യം നാം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് നാം ഒന്നുകൂടെ തിരിഞ്ഞ് ചിന്തിച്ചുകൊണ്ട്, അതെ, ഇവിടെ പറഞ്ഞതുപോലെ ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 തലങ്ങളിലും പൂർണ്ണ സൗഖ്യമുള്ളവൻ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിന്റെ ആഗ്രഹത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി നാം സമർപ്പിക്കുക അത്ര ആവശ്യമായിരിക്കുന്നത്. അതിനായി ഏൽപ്പിക്കാം. അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കുരിശേകും തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശെ പുൽകിടുന്നു. കുരിശേകും തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശെ പുൽകിടുന്നു. മുറിവേറ്റു പിടയും എന്നേനിയെ കുരിശോടു ചേർത്തിടുന്നു. മുറിവേറ്റു പിടയും എന്നേനിയെ കുരിശോടു ചേർത്തിടുന്നു. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശോടു ചേർത്തു വച്ച് എന്നെയും തറച്ചിടുന്നു. നീ വഹിച്ച കുരിശോടു ചേർത്തു വച്ച് എന്നെയും തറച്ചിടുന്നു. കുരിശേന്തി തളരും നിന്ദാസരെ ഞാനും തുണച്ചിടട്ടെ. കുരിശേന്തി തളരും നിന്ദാസരെ ഞാനും തുണച്ചിടട്ടെ. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു.